नजरिया लागे नहीं कहीं ओ ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വളകാപ്പിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ വേറെ ആരുമല്ല, എൻ്റെ നാത്തൂൻ്റെ ആണ്. നാത്തൂൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അല്ലേ, എൻ്റെ സഹോദരൻ്റെ ഭാര്യയാണ് കേട്ടോ. അപ്പോൾ ആളുടെ വളകാപ്പിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാ വളകാപ്പിൻ്റെ തലേ ദിവസം നമ്മളിതാ അവിടെ മെഹന്തിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കാലിലൊക്കെ മെഹന്തിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ കയ്യിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര വലിയ രീതിയിലുള്ള ചടങ്ങൊന്നുമല്ല, കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് ഒന്ന് ചെയ്യുന്ന ചടങ്ങാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തലേ ദിവസം ഞാനും അതുപോലെ എൻ്റെ കസിനും ഒക്കെ കൂടിയിട്ട് മെഹന്തിയൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ കിടന്നുറങ്ങി. പിറ്റേ ദിവസം അവളെ റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങളൊരു ബ്യൂട്ടീഷ്യനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വയറൊക്കെ ഉള്ളതല്ലേ, ഇപ്പോൾ സാരിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് സെറ്റ് ചെയ്തൊക്കെ വെക്കാനായിട്ട് കുറച്ച് പാടൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഒരു ബ്യൂട്ടീഷ്യനൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ സാരിയൊക്കെ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ അവളുടെ ഹെയറും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അവിടെ ഒരുങ്ങുന്ന സമയത്ത് നമ്മൾ ഇവിടെ വിളക്കൊക്കെ കത്തിച്ചു. അതുപോലെ തന്നെ സ്നാക്സും പിന്നെ നമ്മൾ മഞ്ഞളും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കണമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പം കുപ്പിവളയും കാര്യങ്ങളുമൊക്കെ നമ്മൾ അതുമൊക്കെ തട്ടത്തിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണേ. नजरिया लागे नहीं कहीं ओ नजरिया लागे नहीं कहीं लागे नहीं कहीं लागे न നമ്മളിതാ വളകാപ്പിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബന്ധുക്കളും ആൾക്കാരും ഒക്കെ വന്ന് അവരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ടുള്ള കാര്യമൊന്നുമല്ല, കുറച്ച് ചെറിയ രീതിയിലാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഇതാ അവളുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവളെ കൊണ്ടുപോകുന്നത് ഇവിടെ ഇരുത്താൻ പോവാണ് കേട്ടോ. അപ്പോൾ അവളുടെ പേര് അനഘ എന്നാണേ. അപ്പം നമ്മൾ കൊണ്ടുവന്നത് അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചടങ്ങുകളൊക്കെ തുടങ്ങും. അപ്പോൾ നമ്മൾ ക്യാമറാമാന്മാരെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ ചടങ്ങ് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഡിലേ ആയി. അപ്പോൾ അവർ ഏൽപ്പിച്ച ജോലി അവർ കൃത്യമായിട്ട് ചെയ്യണമല്ലോ, അവർ പൈസ വാങ്ങിക്കുന്നതല്ലേ. അപ്പോൾ അവർ അവരുടേതായിട്ടുള്ള ജോലികളൊക്കെ കുറച്ച് സമയം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ചടങ്ങിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാനിതിനകത്ത് ഒരു പാട്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് പേടിയാണ് കേട്ടോ, കോപ്പിറൈറ്റും കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വരുമെന്ന് ഓർത്തിട്ട് നമ്മൾ യൂട്യൂബ് തന്നെ തരുന്ന കുറച്ച് പാട്ടുകളുണ്ടല്ലോ, അതിൽ നിന്ന് പറ്റിയത് ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്ത് എടുത്തതാണ് കേട്ടോ. അത്ര എനിക്ക് നല്ലതായിട്ട് തോന്നിയത് ഒരെണ്ണം എടുത്തതാണ്. എൻ്റെ ചാനൽ അത്ര വലിയ ചാനലൊന്നും അല്ലല്ലോ, ചെറിയ ചാനലല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വല്ല പാട്ടൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഷോർട്സ് വീഡിയോ ഇടുമ്പോൾ കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇടുമ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു പാട്ടൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമാവും, കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പാട്ടിട്ടത്. അപ്പം ഞങ്ങളിതാ അവർ ഫോട്ടോ എടുക്കുന്ന സമയത്ത് കുറച്ച് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ കസിനൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങളുടെ കോസ്റ്റ്യൂം ഇതായിരുന്നു കേട്ടോ, സ്റ്റില്ലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളത് ആ ചടങ്ങിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഹസ്ബൻഡാണ്, അതായത് ബ്രദറാണ് കൊടുക്കുന്നത് കേട്ടോ, ചടങ്ങ് ആരംഭിക്കുന്നത്. അപ്പോൾ ആളുടെ അമ്മയും അച്ഛനും നാട്ടിലില്ല, സ്ഥലത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആദ്യമേ ഞാൻ കണ്ടിരിക്കുന്നത് പെൺകുട്ടിയുടെ അമ്മ ആണ് ആദ്യമേ മധുരം കൊടുത്ത് കാണുന്നത് കേട്ടോ. അപ്പോൾ ആളിപ്പോൾ ഇവിടെ നാട്ടിലില്ലാത്തത് കൊണ്ട് സഹോദരൻ, അതായത് ഹസ്ബൻഡ് തന്നെ ആദ്യമേ മഞ്ഞൾ ഒക്കെ തേച്ചിട്ട് ചടങ്ങൊക്കെ ആരംഭിക്കുകയാണ് കേട്ടോ. ഒന്നുമില്ല, ആദ്യമേ നമ്മൾ മഞ്ഞൾ തേക്കുന്നുണ്ട്, പിന്നെ മധുരം കൊടുക്കും, പിന്നെ നമ്മൾ വളയിടും. അങ്ങനെയാണ് ചടങ്ങ് കേട്ടോ. പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് കേട്ടോ. ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ട്. ചിലർ തലയിൽ എണ്ണ ഒഴിച്ച് അങ്ങനെ വെക്കാറുണ്ട്. പിന്നെ നമ്മൾ ആര്യവേപ്പിൻ്റെ ഇല വെച്ചിട്ട് മൊത്തത്തിൽ ഇങ്ങനെ ഉഴിഞ്ഞെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ പല നാട്ടിൽ പല പല രീതിയിലാണ് കേട്ടോ.
അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ നാട് ശരിക്കും ആലപ്പുഴയാണ് കേട്ടോ. അപ്പോൾ ആലപ്പുഴയിൽ വളകാപ്പ് അങ്ങനെയുള്ള ചടങ്ങുകളൊന്നും അധികം നടന്ന് കണ്ടിട്ടില്ല ഞാൻ. ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ ഞാൻ നിന്നപ്പോൾ അങ്ങനെ കണ്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊരു തമിഴ്നാട്ടിലോട്ടൊക്കെ പോകുമ്പോഴാണല്ലോ, നോർത്തിലോട്ടൊക്കെയാണ് ഇത് കൂടുതലും സജീവമായിട്ട് നടക്കുന്ന ചടങ്ങെന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ അത്ര എന്താ പറയുക ഫേമസ് ആയിട്ടുള്ള ഒരു ചടങ്ങല്ല കേട്ടോ. ഇപ്പോൾ മിക്കവാറും എല്ലാവരും നടത്തുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബിലും ഒക്കെ കാണുന്നത് കൊണ്ട് തന്നെ, ഇൻസ്റ്റയിലും ഒക്കെ റീൽസും ഷോർട്സും വീഡിയോസൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ മിക്കവാറും എല്ലാവരും നടത്തുന്നുണ്ട്. പക്ഷേ അത്ര ഫേമസായി നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ചടങ്ങാണ് കേട്ടോ. അപ്പം നമുക്ക് അറിയാവുന്ന രീതിയിൽ വലിയ കുഴപ്പമില്ലാണ്ട് നമ്മളിത് നടത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ നന്നായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ മഞ്ഞളും അതുപോലെ മധുരം ഒക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇതാ വളയിടാൻ പോവാണ് കേട്ടോ. അങ്ങനെ അവരുടെ ജീവിതത്തിൽ എന്താ പറയുക ഒരുപാട് സന്തോഷ നിമിഷങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ ഓർത്ത് വയ്ക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സന്തോഷ നിമിഷം തന്നെയാണിത് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ നമ്മളായിട്ടുണ്ടാക്കിയാൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ, പറ്റുമെങ്കിൽ. വളം ഞാനിവിടെ ട്രിവാൻഡ്രത്തുനിന്ന് വാങ്ങിക്കൊണ്ട് പോയതാണ് കേട്ടോ. പക്ഷേ അളവൊക്കെ എടുത്തിട്ടാണ് അയച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്ന അളവും കാര്യങ്ങളൊക്കെ മെഷർമെൻറ്റൊക്കെ ചെയ്തിട്ടാണ് വാങ്ങിയത്. എന്നാലും ചെറിയൊരു ടൈറ്റ്നെസ് ഉണ്ടായിരുന്നു കേട്ടോ. കയറി പോകാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരുന്നു. പക്ഷേ ഇട്ട് കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് അവളുടെ കയ്യിൽ കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കയ്യിലൊക്കെ ഇങ്ങനെ കയറി പോകാൻ വേണ്ടിയിട്ട് നല്ല സ്മൂത്തായിട്ട് കയറി പോകുന്നുണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ അത് കണ്ടിട്ട് ഭയങ്കര ടെൻഷനും ഉണ്ടായിരുന്നു, പൊട്ടിപ്പോകുമോ എന്നുള്ളൊരു ടെൻഷൻ. നമ്മൾ അതായിരുന്നു മെയിനായിട്ട് ഉദ്ദേശിച്ചത്. വള വാങ്ങുമ്പോൾ സ്മൂത്തായിട്ട് കയറി പോകണം എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ വാങ്ങിയത് തന്നെ. പക്ഷേ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു. പല കളറിൽ എന്ത് രസം ഉണ്ടായിരുന്നില്ല. കുപ്പിവെള്ളം ഇങ്ങനെ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ സഹോദരൻ്റെ റോള് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛനും അമ്മയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവളുടെ അനു എന്നാണ് വിളിക്കുന്നത്, അനഘ എന്നാണ് പേര്. അപ്പോൾ അനുവിൻ്റെ അച്ഛനും അമ്മയും നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവരായിരുന്നു ചെയ്യേണ്ടത് ആദ്യം, അത് കഴിഞ്ഞിട്ടായിരുന്നു നമ്മുടെ അച്ഛനും അമ്മയും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അല്ലാത്ത കൊണ്ട് നമ്മുടെ സ്ഥലത്തുള്ള അച്ഛനും അമ്മയും ഇപ്പോൾ അവർക്ക് മഞ്ഞളും അതുപോലെ തന്നെ ചടങ്ങൊക്കെ ചെയ്യണം കേട്ടോ. വളയിടലും മധുരം കൊടുക്കലും ഒക്കെ അവർ ചെയ്യുകയാണേ. അപ്പോൾ അമ്മ അച്ഛനൊക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ള മറ്റ് ബന്ധുക്കളെല്ലാവരും ഓരോരുത്തരായിട്ടും മധുരം കൊടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ എൻ്റെ ഇളയ മോനും അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ മോളുമാണ് കേട്ടോ. അപ്പോൾ ഈ സ്നേഹപ്രകടനമൊക്കെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ കണ്ടത്. നമ്മുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ വീണ്ടും എടുക്കുകയാണ് കേട്ടോ. വളയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ അതൊക്കെ എടുക്കുകയാണ് കേട്ടോ.
അപ്പം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇതൊക്കെ അവർക്ക് ഓർത്ത് വെക്കാൻ പറ്റിയ നല്ല 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 നിമിഷങ്ങളിൽ ഒന്നായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല കേട്ടോ. അപ്പം ഞാൻ എല്ലാവരും മധുരം കൊടുക്കുന്നത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ കാണാനും പറ്റുമല്ലോ. നമ്മൾ വീഡിയോ ആയിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഫോട്ടോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് ഫോട്ടോസ് നഷ്ടപ്പെട്ടാലും യൂട്യൂബിലാകുമ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഭക്ഷണമൊക്കെ കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ഇവർ ഇറങ്ങുന്നതിന് സമയമുണ്ടല്ലോ, അപ്പോൾ ആ സമയത്തിനുള്ളിൽ ഇറങ്ങണം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നോൺ വെജും വെജും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സദ്യയായിരുന്നു നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ അവർ കഴിക്കുന്നത്, അവളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബന്ധുക്കൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവരുടെ കൂടെ തന്നെ നമ്മുടെ പെൺകുട്ടി ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അവളും ഇരുന്ന് കഴിച്ചിട്ട് അവരുടെ ഒപ്പം തന്നെ ഇറങ്ങണമല്ലോ, അപ്പോൾ അവരും കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ്. അപ്പോൾ അവരെല്ലാവരും ഭക്ഷണം കഴിക്കുന്ന വീഡിയോ കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവർ ഇറങ്ങുന്ന സമയമായി കേട്ടോ. അപ്പോൾ മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ, അപ്പോൾ അവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങിയിട്ട് വേണമല്ലോ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് അനുഗ്രഹമൊക്കെ വാങ്ങി ഇറങ്ങുകയാണ് കേട്ടോ. വലിയച്ഛന്മാരും വല്യമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അവരുടെയൊക്കെ അനുഗ്രഹമൊക്കെ വാങ്ങി ലാസ്റ്റ് അച്ഛനും അമ്മയുടെ അനുഗ്രഹവും വാങ്ങി അങ്ങ് പോവാണ് കേട്ടോ. ലാസ്റ്റ് അമ്മയാണ് അനുഗ്രഹിച്ച് വരുന്നത്, പിന്നെ അതോടുകൂടി അത് ചടങ്ങ് അവസാനിക്കും കേട്ടോ. അപ്പോൾ അവർ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ വളകാപ്പ് ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഈ വളകാപ്പ് എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മൾ കയ്യിലിട്ടിരിക്കുന്ന വളയുണ്ടല്ലോ, അതിങ്ങനെ കിലുകുമ്പോൾ അതിൻ്റെ സൗണ്ട് നമ്മുടെ കുഞ്ഞ് തിരിച്ചറിഞ്ഞിട്ട് അത് അനങ്ങും, അല്ലെങ്കിൽ അതിന് സന്തോഷം ഉണ്ടാവും എന്നൊക്കെയാണ് പഴമക്കാർ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു സന്തോഷമുള്ളൊരു ദിവസം തന്നെയായിരുന്നു അത്. അതുപോലെ ഇവരുടെ ജീവിതത്തിലും ഇതേ ഒരു സന്തോഷം നിറഞ്ഞൊരു ദിവസം തന്നെയായിരിക്കും. ഒരുപാട് സന്തോഷകരമായിട്ടുള്ള ദിവസങ്ങളിൽ ഒരു ദിവസം തന്നെയായിരിക്കും അത് കേട്ടോ. അതുപോലെ തന്നെ ഇവർക്ക് നല്ല ആയുസ്സും ആരോഗ്യവും ഉള്ള നല്ലൊരു കുഞ്ഞുമാവേനെ കിട്ടട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.